പ്രജിതേ, ഈ ട്രംപിൻ്റെ ആരോഗ്യകാര്യത്തിൽ അമേരിക്കക്കാർക്ക് ഒരു ആശങ്ക ഉണ്ട് എന്ന് പറയുന്നു. ജോ ബൈഡന് എന്തോ ക്യാൻസർ ആണെന്നൊക്കെ പറയുന്നു. ആരോഗ്യകാര്യമായതുകൊണ്ട് നമുക്കും ഉത്സുകതയുണ്ട്. കാര്യം ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമല്ലേ, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ആരോഗ്യം കൂടെ ആവുമ്പോൾ എന്താണ് അതിൻ്റെ കാര്യം? അത് പറഞ്ഞു വരുമ്പോൾ ജോ ബൈഡന് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആണ് എന്നുള്ളത് പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതെന്തിനാണ് ഇപ്പോൾ പറയുന്നത് എന്നുള്ള രീതിയിൽ ട്രംപും പ്രതികരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അതിനുശേഷം പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചതിന് ശേഷം ആ രോഗത്തെക്കുറിച്ച് ഒരു പൊതുവേദിയിൽ ബൈഡൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ അഭിസംബോധന ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് ശുഭാപ്തി വിശ്വാസം തോന്നുന്നുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ട്രംപിൻ്റെ കാര്യം പറയുമ്പോൾ ട്രംപിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അങ്ങ് പുറത്തേക്ക് സജീവമല്ല, അത് പുറത്തേക്ക് വിടുന്നില്ല. എന്നാൽ ട്രംപിൻ്റെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഈ ചൈൽഡിഷ് ആയിട്ടുള്ള സ്വഭാവമായിട്ട് തോന്നുന്നത്, അത് വയസ്സാകും തോറും ചൈൽഡിഷ് ആവും എന്ന് പറയുന്നതിന് അതെ, വീണ്ടും ശൈശവമാണ്. ആ വീണ്ടും ശൈശവത്തിൽ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കുന്ന ആളാണ് ട്രംപ്. അപ്പോൾ ട്രംപിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് പറയുന്നത് മൂപ്പര് നാളെ പറയില്ല, നാളെ പറയുന്നത് ചിലപ്പോൾ അതിന് മുമ്പ് 10 ആണ്ട് മുമ്പ് പറഞ്ഞ കാര്യമായിരിക്കും. അപ്പം എല്ലാം തമ്മിലൊരു വല്ലാതെ ചൈൽഡിഷായി പോകുന്നു. എന്തുകൊണ്ടാണ് കണക്ടിവിറ്റി കിട്ടുന്നില്ല? ഇപ്പം ഇറക്കുമതി തീരുവയുടെയൊക്കെ കാര്യമായാലും അദ്ദേഹം ഇന്ന് പറയുന്ന നികുതി ആയിരിക്കില്ല നാളെ ആ നികുതിയുടെ കാര്യത്തിൽ പറയുന്നത്. അപ്പോൾ ഈ ഉൽപാദകരൊക്കെ പല രാജ്യങ്ങളിലുള്ള ഉൽപാദകരും ഒക്കെ ആകെ വണ്ടടിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കണോ വേണ്ടേ? ഇങ്ങേരിപ്പം നാളെ എന്ത് തീരുമാനം എടുക്കും? അത് ഇറക്കുമതി തീരുവ കൂട്ടോ കുറക്കോ? ഇതൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഉൽപാദകരങ്ങനെ ഇരിക്കണം. ഞങ്ങളുടെ മൊത്തത്തിൽ നമ്മൾ പറയാം മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഉൽപാദകരൊക്കെ ഇരിക്കുന്നത്. ആ രീതിയിലാണ് ട്രംപിൻ്റെ കാര്യങ്ങൾ. ട്രംപിൻ്റെ കാര്യങ്ങൾ അല്ല, അദ്ദേഹത്തിന്റെ കാര്യം അങ്ങനെയാണ്, നമ്മൾ എടുത്ത് നോക്കിയാൽ അറിയാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതിനിടയിലാണ് ഈ പല രീതിയിലുള്ള എന്താ പറയുക റൂമേഴ്സൊക്കെ വരുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അത് വൈറ്റ് ഹൗസ് പുറത്തു വിടാത്തതാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കാരണം അപ്പോൾ ആവശ്യം ഉയർന്നത് വൈറ്റ് ഹൗസ് ഡൊണാൾഡ് ട്രംപിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ സുതാര്യത കാണിക്കണം എന്നുള്ളതാണ്. കാരണം ഏതൊരു വിഷയമാണെങ്കിലും പുറത്ത് വരേണ്ടതാണെങ്കിൽ പുറത്ത് വരട്ടെ എന്നുള്ളത് തന്നെ ജനങ്ങൾക്ക് അറിയാൻ ആകാംക്ഷയുണ്ടാകുമല്ലോ. അതെ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, 78 വയസ്സും 7 മാസവും പ്രായമുള്ളപ്പോഴാണ് അദ്ദേഹം ഈ ഇലക്ഷൻ വരുന്നതും അദ്ദേഹം പ്രസിഡൻ്റായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നതും. അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ആശങ്കകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരോഗ്യപരമായിട്ടുള്ള പൊതുജനങ്ങൾക്ക് വിശ്വാസവും സംശയവും ഒക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ നടത്തിയൊരു സർവേ ഉണ്ട്. അതിൽ പറയുന്നത് പുടിൻ്റെ ആരോഗ്യം, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിനടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ ട്രംപിൻ്റെ ആരോഗ്യവും ക്ഷയിച്ചു വരികയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇക്കഴിഞ്ഞ മെയ് 23 മുതൽ 26 വരെ UN ഗവൺമെൻറ് എക്കണോമിസ്റ്റ് സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് സുതാര്യമല്ല, ഈ ട്രംപിൻ്റേതായിട്ടുള്ള ആരോഗ്യപരമായ കാര്യങ്ങൾ വരുന്നതൊന്നും സുതാര്യമല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പൊതുജനങ്ങളുടെ ശ്രദ്ധ ഈ ട്രംപിൻ്റേതായ തീരുമാനങ്ങളിൽ മാത്രമല്ല, പൊതുജനങ്ങൾ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ശാരീരിക ക്ഷമതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം വന്നിട്ടുള്ള ട്രംപിൻ്റേതായ രീതികളല്ല സെക്കൻഡ് ടൈം ട്രംപ് വരുമ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത് തന്നെയാണ്. ഇപ്പോൾ ഭീകരർക്കൊപ്പമുള്ള നിലപാട് എന്ന് പറയുമ്പോൾ പലയിടത്തും ഭീകരരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാത്തിൻ്റെ ഒരു എക്സ്ട്രീം അല്ലെങ്കിൽ ഏറ്റവും ഒന്നുമല്ലാത്ത രീതി. ഇതിന്റെ മിഡിൽ സ്റ്റേജിൽ ട്രംപിന് ഒരു തീരുമാനം ഇല്ലാത്ത ഒരു കാര്യം പറയേണ്ടി വരും. ആ ഉക്രൈന്റെ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തിയിട്ട് ഒരുമാതിരി ഇറങ്ങിപ്പോവാൻ പറയുന്ന രീതി അത് അദ്ദേഹം തന്നെ അങ്ങ് വരണ്ടുപോയി. അതെ, അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്തിന്റെ സൗത്ത് ആഫ്രിക്ക ആണോ അവിടുത്തെ പ്രസിഡന്റോ മറ്റോ വന്നപ്പോഴും ഇത്തരത്തിൽ തന്നെ അദ്ദേഹം എന്തായാലും ബിഹേവ് ചെയ്യുന്നത് വളരെ അതെ, അദ്ദേഹം എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. അപ്പം ഈ കഴിഞ്ഞ ഏപ്രിലിൽ ട്രംപിന്റെ
വാർഷിക ഫിസിക്കൽ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈറ്റ് ഹൗസിൻ്റെ ഫിസിക്കൽ ക്യാപ്റ്റനായിട്ടുള്ള ഷോൺ ബാർബെല്ല അദ്ദേഹം പറയുന്നത് ട്രംപ് ഓക്കെയാണ്, ശാരീരികപരമായിട്ടും മാനസികമായിട്ടും ഒക്കെ ഓക്കെ ആണെന്നുള്ള സ്റ്റേറ്റ്മെൻ്റൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്കൊന്നും അതത്ര വിശ്വാസം പോരാ, തീരെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. കാരണം മൊത്തത്തിൽ എവിടെയൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ജനങ്ങൾക്ക് എല്ലാത്തിലും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ബൈഡന്റെ സമയത്ത് ബൈഡന് ഓർമ്മക്കുറവുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ വരുന്ന റിപ്പോർട്ടുകൾ 2024 ജൂലൈയിൽ അദ്ദേഹത്തിന് നേരെ ഒരു വധശ്രമം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വെടിയേറ്റിട്ടാണ്, വെടിയേറ്റ ഒരുപാട് വലത് ചെവിയിൽ അദ്ദേഹത്തിനുണ്ട് എന്ന് മാർക്ക് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന് കൊളസ്ട്രോള്, ഹൃദ്രോഗം, റോസേഷ്യ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ത്വക്ക് രോഗം, അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ റിപ്പോർട്ടുകളൊക്കെ വരികയാണ്. അപ്പോൾ ഇതിനൊക്കെ അദ്ദേഹം മരുന്ന് കഴിക്കുന്നുണ്ട്. ഈ ഹൃദ്രോഗത്തിനായാലും കൊളസ്ട്രോളിനായാലും റോസേഷ്യ എന്ന് പറയുന്ന ഒരു തരം ത്വക്ക് രോഗത്തിനായാലും ഒക്കെ അദ്ദേഹം മരുന്ന് കഴിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, അദ്ദേഹത്തിന് COVID-19 അണുബാധ സ്ഥിരീകരിച്ചു. അത് വലിയ പുതുമയായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇതിപ്പോൾ വന്നു പോകുന്ന എല്ലാം ഇതിൻ്റെ പലതരത്തിലുള്ള വകഭേദങ്ങളാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഹൈപ്പർ കൊളസ്ട്രോളീമിയ എന്ന് പറയുന്ന ഒരു അതുണ്ട്. ഒരുപക്ഷെ അത് കൊളസ്ട്രോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം തന്നെ ആയിരിക്കാനാണ് സാധ്യത. പിന്നെ മറ്റൊന്ന്, വൻകുടലിൽ ക്യാൻസർ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടും, അദ്ദേഹത്തിന് വൻകുടലിൽ ക്യാൻസർ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടും ഒക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രശ്നമുള്ള ട്രംപ് എങ്ങനെയാണ് ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ലീക്ക് ഔട്ട് ആവും. അത് അത്രയേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ളവർ മാത്രമേ ഇത് അറിയാതിരിക്കുന്നുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും ഇത് അറിഞ്ഞിട്ടുണ്ടാവും, എല്ലാവരുടെയും മനസ്സിലും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ തന്നെയായിരിക്കും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. അപ്പോൾ ഷോൺ ബാർബെല്ല പറയുന്നുണ്ട്, ഇല്ല ട്രംപ് എല്ലാം സെറ്റാണ്, ഓക്കെ ആണ് എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് ഇപ്പുറത്തേക്ക് ഷോൺ ബാർബെൽ എന്ന് പറയുന്ന അവിടുത്തെ വൈറ്റ് ഹൗസിലെ അദ്ദേഹം ഇങ്ങനെ പറയാനേ പറ്റൂ, ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ എനിക്ക് കുരുവാണെന്ന് നിന്റെ അടുത്ത് ആര് പറയാൻ പറഞ്ഞു എന്ന് ചോദിക്കും. ട്രംപിന്റെ കാര്യമാണ്, ചിലപ്പോ ഒറ്റ വെടിക്ക് തീർക്കാൻ ലവനെ അങ്ങ് തീർത്തോന്നും പറയാം. അതുപോലത്തെ നാവാണ്, എന്ത് പ്രൊഡിക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അതെ, ചിലപ്പോ കെട്ടിപ്പിടിച്ചൊരു ഉമ്മാരെന്ന് പറഞ്ഞ് വിളിക്കും. പക്ഷെ അതേസമയം അറക്കുകയും ചെയ്യും. അതാണ് ട്രംപിന്റെ ഒരു കാര്യം. ട്രംപിനെ വിശ്വസിച്ചിട്ട് ആർക്കും അടുത്ത് പോകാൻ പറ്റാത്ത ലോകരാഷ്ട്രങ്ങൾ പേടിക്കുന്നുണ്ട്. കിറുക്കൻ എന്നാ പറയുന്നത്. സത്യം, കിറുക്കൻ എന്ന് തന്നെയാ പറയുന്നത്. ഇനിയിപ്പോ ആൾക്കാരുടെ ഒരു നമ്മളിപ്പോ പറഞ്ഞു വൻകുടലിൽ ക്യാൻസർ എന്ന് പറഞ്ഞു, പക്ഷെ ആൾക്കാര് സത്യത്തിൽ ചിന്തിക്കുന്നത് ഇദ്ദേഹത്തിന് ഒരു അല്പം ലൂസ് ഉണ്ടോ എന്നാണോ എന്നുള്ള സംശയവും മാറ്റി വയ്ക്കാൻ പറ്റില്ല. വെള്ളക്കാരന്റെ സ്റ്റൈലാണോ എന്ന് ചിന്തിക്കും. കാര്യം വെള്ളക്കാരന് ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഓവർ ആണല്ലോ. വെള്ളക്കാരനെല്ലാം കുറച്ച് ഓവർ ആണല്ലോ. ഇത് ഓവർ മാത്രമല്ലല്ലോ, ആൾക്കാർക്ക് ഇത്രയും ആശങ്ക തോന്നുന്നുണ്ടെങ്കിൽ ആൾക്കാർ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങർക്ക് കിറുക്കുണ്ട്, അദ്ദേഹം തെരഞ്ഞെടുത്തത് പറ്റാത്ത ആളായിപ്പോയോ എന്നുള്ളതാണ്. അങ്ങനെയൊന്നുമില്ല, അവർക്ക് പറ്റിയ ആളാ, അമേരിക്കയെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ആളാ. അദ്ദേഹം ഇതിനു വേണ്ടി എന്തുമാത്രം വർക്ക് ചെയ്തെന്നറിയോ. സോഷ്യൽ മീഡിയ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളാവുമ്പോഴേക്കും ആരും പുറത്തു പറയില്ലല്ലോ. അല്ല, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയെ കാണാൻ ഇദ്ദേഹം വരികയാണെന്നുണ്ടെങ്കിലേ ഇദ്ദേഹം ഇതിനൊക്കെ ഈ രീതിയിലുള്ള ചേഷ്ടകൾ കാണിച്ചാൽ നമ്മുടെ പ്രധാനമന്ത്രി ഓം നമഃ ശിവായ എന്നായിരിക്കും പറയാ. കാര്യം അദ്ദേഹം യോഗയും മറ്റു കാര്യങ്ങളും, അദ്ദേഹം ഒരു സന്യാസിയാണല്ലോ. നമ്മുടെ പ്രധാനമന്ത്രി ഒരു സന്യാസിയാണ്. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒരു മിതത്വമുണ്ട്. അതെ, അത് മറ്റൊരു വിഷയമാണ്. മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അത് ഞാൻ പിന്നീട് പറയാം. ഈ സിന്ദൂറിന്റെ കാര്യം പറഞ്ഞപ്പോൾ മമതാ ബാനർജി അദ്ദേഹത്തിന്റെ താൻ തന്റെ ഭാര്യയുടെ സിന്ദൂരമായ അത് തലക്ക് വെളിയില്ലാത്ത മറ്റൊരാളാണ്. നമുക്ക് എന്തായാലും ട്രംപിലേക്ക് തന്നെ പോകാം. മമതാ ബാനർജി എന്ന് പറയുമ്പോൾ അങ്ങനെ പറയാൻ പറ്റും. പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ ആ വിഷയം വന്നുപോയതാണ്. അതെ അതെ. അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ബൈഡൻ ഉള്ള അസുഖം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയപ്പോഴാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതായിരിക്കും, ആ സമയത്തായിരിക്കും ഇത് സ്ഥിരീകരിക്കുന്നത്, അദ്ദേഹം പുറത്ത് പറയുന്നത്. പക്ഷെ ട്രംപ് ഇതെല്ലാം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ട്രംപിന് ആ സ്ഥാനം എന്നുള്ളത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്.